നമസ്കാരം. ജനപക്ഷം 2020 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2ാം ദിവസമാണ്. വാഴക്കാട് പഞ്ചായത്ത് അസോസിയേഷൻ UAEയും വാഴക്കാട്.com സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനപക്ഷം 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും മത്സരിക്കുന്ന മത്സരാർത്ഥികൾ നിങ്ങളുമായി സംവദിക്കുന്നു. വികസന കാഴ്ചപ്പാടുകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഇവിടെ. ഇന്നേ ദിവസം ഈ പരിപാടിയുടെ 2ാമത്തെ ദിവസം നിങ്ങളുമായി സംവദിക്കുന്നത് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ്. അവരെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുമായി ഇന്ന് സംവദിക്കാൻ എത്തുന്നത് പതിനേഴാം വാർഡിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളാണ്. 4 പേർ മത്സര രംഗത്തുണ്ടെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കുന്ന അബ്ദുൾ റഷീദ് ഈ പരിപാടിയിൽ ഇതുവരെയും എത്തിച്ചേരാത്തതുകൊണ്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. മത്സര രംഗത്തുള്ളത് കഴിഞ്ഞ ടേമിലെ മെമ്പർ കൂടിയായിട്ടുള്ള ചിത്ര മണ്ണറോട്ട് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കുന്നു. ടേബിൾ ഫാൻ ചിഹ്നത്തിലാണ് അവർ ജനവിധി തേടുന്നത്. രണ്ടാമതായി മത്സര രംഗത്തുള്ളത് BJPയുടെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് കുമാർ. താമര ചിഹ്നത്തിലാണ് അവർ ഈ മത്സരത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നത്. മൂന്നാമതായി മത്സര രംഗത്തുള്ളത് UDF സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയായ അബ്ദുൾ റഷീദ് കോഴിശ്ശേരിയാണ്. 3 ആളുകളും ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നതുകൊണ്ട് നമ്മുടെ പരിപാടികൾ കൃത്യസമയത്ത് ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി കാതോർക്കുകയാണ് നാം ഏവരും. ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഡിസംബർ 8, 10, 14 തീയതികളിൽ 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും നാം വിധി എഴുതുന്നത് ഡിസംബർ 14-നാണ്. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ തുടക്കം കുറിക്കുന്നു. ആദ്യമായി 5 ചോദ്യങ്ങളാണ് ഇവരോട് നാം ചോദിക്കുന്നത്. ആദ്യമായി ചോദ്യം ചോദിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള താമര ചിഹ്നത്തിൽ നിങ്ങളോട് ജനവിധി തേടുന്ന സുരേഷ് കുമാർ, അദ്ദേഹത്തോടാണ് ആദ്യമായി ചോദ്യം ചോദിക്കുന്നത്. സുരേഷ് കുമാറിന് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്കളുടെ വാർഡിൽ ഏറ്റവും പരിഗണന നൽകേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? 2 മിനിറ്റാണ് നമ്മുടെ സമയം. അതിനുള്ളിൽ നിന്നുകൊണ്ട് താങ്കളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് സുരേഷ് കുമാർ. വാഴക്കാട് പഞ്ചായത്ത് നൂഞ്ഞിക്കര 17ാം വാർഡിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നമ്മുടെ 17ാം വാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും നമ്മുടെ പൊന്നമ്പള്ളി ചക്കമ്പുള റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ്. ഇത്രയും കാലം പഞ്ചായത്ത് ഭരണത്തിൽ 17ാം വാർഡിലെ ഈ പൊന്നമ്പള്ളി ചക്കമ്പുള റോഡ് ഇതുവരെ പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. സൈഡ് കെട്ടി പൂർത്തീകരിക്കാൻ ഇനിയും ഈ റോഡിനുണ്ട്. ഈ റോഡ് പുളിക്കൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റോഡാണ്. അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇതേപോലെ തന്നെ ഉൽപ്പങ്കടവ് ചക്കമ്പുള റോഡ്
ഇതും പുളിക്കൽ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കേണ്ട റോഡാണ്. ഇതും ഗതാഗത യോഗ്യമായിട്ടില്ല. അതുപോലെ നമുക്ക് 17-ാം വാർഡിൽ നമ്മുടെ കുട്ടികൾ കളിക്കാൻ ഉള്ള ഒരു സ്ഥലമായിട്ട് ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ കാലമായി. അതും വേണ്ട രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ വാർഡിൽ ഒരു വായനശാല ഇല്ല. അതേപോലെ തന്നെ പൊതു ശ്മശാനം വേണ്ടി പറയുന്നുണ്ട്, അതും ആയിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ പഞ്ചായത്തിലെ 17-ാം വാർഡിലെ വീടില്ലാത്ത കുറേയധികം നിർധന കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അത് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 34 വീടുകൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. കൂടാതെ അനവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ താഴെ തട്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതൊന്നും ചില കാര്യങ്ങൾ എത്താത്തതുണ്ട്. അതുപോലെ ഇപ്പോൾ വെള്ളം എത്താത്ത വീടുകളിലേക്ക് ജൽ ജീവൻ പദ്ധതി പ്രകാരം വെള്ളം എത്തിക്കാനുള്ള പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വാർഡിൽ എല്ലാ വികസനങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട്. അതിനാൽ ഈ പദ്ധതികളെല്ലാം വേണ്ട വിധത്തിൽ ആക്കി തീർക്കണമെന്നാണ് NDA എന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ വിജയിപ്പിച്ചാൽ ആ വാർഡിൽ നടപ്പിലാക്കാനിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ UDF സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന അബ്ദുൾ റഷീദ് കോഴിശ്ശേരി, അദ്ദേഹം തങ്ങളുടെ വാർഡിൽ ഏറ്റവും പരിഗണന നൽകേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം നിങ്ങളോട് സംവദിക്കുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തെല്ലാം മാർഗങ്ങളാണ് അദ്ദേഹം കാണുന്നത് എന്നും നിങ്ങളുമായി സംവദിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. ഞാൻ അബ്ദുൾ റഷീദ് കോഴിശ്ശേരി, ഐക്യജനാധിപത്യ മുന്നണിയുടെ 17-ാം വാർഡ് നൂഞ്ഞിക്കര വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. നൂഞ്ഞിക്കര വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിടുത്തെ ജനങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഗതാഗത യാത്രാ സൗകര്യമാണ്. 2 റോഡുകളാണ് നൂഞ്ഞിക്കര വാർഡിൽ പ്രധാനമായിട്ടുമുള്ളത്. പാലശ്ശേരി നൂഞ്ഞിക്കര റോഡ്, ഉൽപ്പങ്കടവ് വാഴക്കാട് ഒളവട്ടൂർ കൊണ്ടോട്ടി ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന 2 റോഡുകളാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്നും വാഴക്കാട് നിന്നും കാലിക്കറ്റ് എയർപോർട്ടിലേക്കും മറ്റും എത്താൻ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു മാർഗമാണ് വാഴക്കാട് ഒളവട്ടൂർ കൊണ്ടോട്ടി റോഡ്. ആ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു മെമ്പറായി ജയിച്ചു വന്നാൽ ഏറ്റവും ആദ്യമായി പരിഗണിക്കുന്ന സംഗതി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മെമ്പറുടെ കാലഘട്ടങ്ങളിൽ വാഴക്കാട് ഒളവട്ടൂർ കൊണ്ടോട്ടി റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നത് വളരെ പരിമിതമാണ് എന്ന് ഞാൻ ഈ വേളയിൽ ഓർമ്മപ്പെടുത്തുക. അതേപോലെ നൂഞ്ഞിക്കരയിൽ നിന്നും വാഴക്കാട്ടേക്കും എടവണ്ണപ്പാറയ്ക്കും എത്തുന്ന പാലശ്ശേരി തായം ചക്കമ്പൂളക്കൽ റോഡ് വളരെ ശോചനീയമായ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഗതാഗത യോഗ്യമാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിഗണന. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൂഞ്ഞിക്കര 17-ാം വാർഡിൽ നിന്നും വാഴക്കാട് ചീനി ബസാർ 16-ാം വാർഡിൽ നിന്നും മെമ്പർമാർ പരസ്പരം ഒരു ഐക്യത്തോടെ ഏകോപനത്തോടെ സഹകരിച്ചുകൊണ്ട് ആ റോഡിൻ്റെ പുരോഗതിക്ക് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടി ശ്രമം നടന്നിട്ടില്ല. അവിടെ പരസ്പരം ഈഗോ പ്രശ്നം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന ഒരു
സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അത് വളരെ നൂനിക്കരയിലെ യാത്രക്കാര്, പ്രദേശവാസികൾ വളരെ കഷ്ടപ്പെട്ടാണ് വാഴക്കാടേക്കും എടവണ്ണപ്പാറയ്ക്കും ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ആ പാലശ്ശേരി വാഴക്കാട് റോഡ് ഗതാഗതയോഗ്യമാക്കി എടുക്കുന്നതിന് വേണ്ടി എനിക്കൊരു അവസരം തന്നെ എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ മുന്തിയ പരിഗണന നൽകുമെന്ന് ഞാൻ ഈ വേളയിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ അണ്ടർ 2.5 സെന്റ് സ്ഥലവും 2.5 ഏക്കർ സ്ഥലവും 32 സ്ഥലവും നൂനിക്കരയിൽ പഞ്ചായത്തിന്റെ അണ്ടറിലുണ്ട്. അതിൽ ഒരു കളിസ്ഥലവും മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ മുൻഗണന നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ കോഴിശ്ശേരി കോയക്കുട്ടി മാസ്റ്റർ അടുവാട്ടുപ്രായി കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ഭരണസമിതി, വികസന മുന്നണി ഭരണസമിതി 10 ലക്ഷം രൂപ പ്രത്യേക താല്പര്യപ്രകാരം മർഹൂം MP അബ്ദുള്ള സാഹിബിൻ്റെ ഒക്കെ താല്പര്യപ്രകാരം 10 ലക്ഷം രൂപ അനുവദിച്ച് എൻ്റെ കുടുംബസ്ഥലമായ സ്ഥലത്ത് നിന്ന് സ്ഥലം അനുവദിച്ച് ഈ അടുവാട്ടുപ്രായി കുടിവെള്ള പദ്ധതി പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അത് കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടി ഇടിയുള്ള ശ്രമങ്ങളാണ് നൂനിക്കര വാർഡിൽ നടത്താനുള്ളത്. അതേപോലെ തന്നെ അടുവാട്ടുപ്രായി ശ്മശാനത്തേക്ക് റോഡ്, അതേമാതിരി ഷെഡ് നിർമ്മിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ശ്മശാനത്തിലേക്കുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അടുവാട്ടുപ്രായി ശ്മശാനത്തിലേക്കുള്ള അവരുടെ ഈ കോവിഡ് കാലത്തൊക്കെ ശ്മശാനത്തിലേക്ക് ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ ജനങ്ങൾ പോകുന്നത്. അതേമാതിരി അവിടെ ഷെഡ് നിർമ്മിക്കേണ്ടതുണ്ട്, റോഡ് നിർമ്മിക്കേണ്ടതുണ്ട്. അതേമാതിരി ചീക്കോട് കുടിവെള്ള പദ്ധതി നൂനിക്കര വാർഡിലേക്ക് നീട്ടി ഓരോ വീടുകൾക്കും കണക്ഷൻ കൊടുത്ത് കുടിവെള്ള പദ്ധതി നീട്ടി പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മെമ്പറായി വന്നാൽ. അതേപോലെ തന്നെ മണ്ണറോട്ട് കോളനിയിൽ 11 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച് ഇപ്പോൾ ചീക്കോട് കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ മണ്ണറോട്ടുപുറായി കോളനിയിലേക്ക് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അതിന് ബ്ലോക്ക് പഞ്ചായത്ത് നല്ല സഹകരണമാണ് കാണിച്ചത്. അതേപോലെ തന്നെ 3 SC കോളനിയുള്ള നൂനിക്കര വാർഡിൽ ഓക്കെ, ഏകദേശം സമയം പൂർത്തിയായതുകൊണ്ടാണ് ഇടപെടുന്നത്. താങ്കളും അതുപോലെ തന്നെ BJP പ്രതിനിധിയും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മളുമായി സംവദിക്കുന്നത് ഈ വിഷയവുമായി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ചിത്ര മണ്ണറോട്ടാണ്. കഴിഞ്ഞ വർഷത്തെ ഈ പ്രദേശത്തെ മെമ്പർ കൂടിയാണ് ചിത്ര മണ്ണറോട്ട്. അവരെ ആദരപൂർവ്വം ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. ഞാൻ ചിത്ര മണ്ണറോട്ട്. കഴിഞ്ഞ വർഷത്തെ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് നൂനിക്കരയിലെ മെമ്പറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ സേവന പാതയിൽ കഴിഞ്ഞ 5 വർഷക്കാലം മികച്ച പ്രവർത്തനങ്ങൾ ആ വാർഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഏകദേശം നമുക്ക് കിട്ടാവുന്ന ഫണ്ടുകൾ വെച്ച് അതിലെ എല്ലാ ഏരിയയിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ ഉള്ള ഒരു ചെറിയ ശ്രമം എൻ്റെ ഭാഗത്ത് നിന്ന് ഏതായാലും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇനി ഒരു തുടർ ഭരണം കിട്ടിയാൽ എന്താന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഇതുവരെ ഈ 5 വർഷക്കാലം നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ബ്ലോക്ക്, ജില്ല അങ്ങനെയുള്ള ഫണ്ടുകളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടില്ല. വെറും ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന ഫണ്ട്, അവിടുത്തെ ഉള്ള ഫണ്ടുകൾ മാത്രം ഉപയോഗിച്ചാണ് ഇത്രയും പ്രവർത്തനങ്ങൾ തന്നെ അവിടെ സാധ്യമാകാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ കുടിവെള്ള പദ്ധതികളിൽ ഏറ്റവും എന്നെ അവിടുത്തെ ജനങ്ങൾ ഇലക്ഷൻ്റെ സമയത്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ദൗത്യമായിരുന്നു ഇവിടെ അടുവാട്ടുപുറായി ഭാഗത്തേക്കുള്ള ഒരു കുടിവെള്ള പദ്ധതി. ആ ഭാഗത്തേക്കുള്ള കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നൊരു ചാരിതാർത്ഥ്യമുണ്ട്. അതിന് കോഴിശ്ശേരി കോയക്കുട്ടി മാസ്റ്റർ അവരുടെ മകളുടെ സ്ഥലം തന്നു. അതുപോലെ തന്നെ മാനിട്ടിയാക്ക, അതുപോലെ ആ ടാങ്ക് വെക്കുന്നതിനുള്ള സ്ഥലം അടുവാട്ട് മാമുകോയാക്ക, എത്രയും വ്യക്തികളുടെ സന്മാനസോണ്ടാണ് ആ പദ്ധതി അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ വരുമ്പോൾ 3 കോളനികൾ ഉൾപ്പെടുന്ന ആ വാർഡിലെ 3-4 കോളനികൾ തന്നെ പറയാം. ആ വാർഡിലെ അത്യാവശ്യം അവിടെ എത്തിപ്പെടാത്ത കുടിവെള്ള പദ്ധതികൾ
അവർക്കൊക്കെ ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ജൽജീവൻ പദ്ധതി എല്ലാവരുടെ പേരുകളും ഉൾപ്പെടുത്തി നമ്മൾ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ചീക്കോട് കുടിവെള്ള പദ്ധതിയുടെ ലൈൻ പോകുന്നതിന് മുഴുവൻ റോഡുകളിലും കണക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖ ഇവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ചീക്കോട് കുടിവെള്ള പദ്ധതിയുമായിട്ടുള്ള കണക്ഷന് ആവശ്യപ്പെട്ടുള്ള രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ കഴിഞ്ഞ വർഷം 6 വീടുകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ SC ഡിപ്പാർട്ട്മെന്റ് വഴി 18 വീടുകൾ ഇപ്പോൾ ഓൾറെഡി ബോർഡ് അംഗീകരിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ആവശ്യമായ കാര്യങ്ങൾ ആ വ്യക്തികൾക്ക് അവരെ അറിയിച്ച് അവരെ ഓൺലൈനിലൂടെ ആ സംവിധാനത്തിലേക്ക് ലൈഫ് വീടിന്റെ ആൾക്കാരെ ഈ PMAY ഉൾപ്പെട്ട 34 പേരോടും റേഷൻ കാർഡിന്റെ ഒരു ചെറിയൊരു കാര്യം ഒഴിച്ചാൽ അവർക്ക് അർഹതപ്പെട്ടവർക്കൊക്കെ ഇനിയും കിട്ടണം. ലൈഫ് ഈ PMAY ഉണ്ടെങ്കിലും അവരെ ലൈഫ് പദ്ധതിയിലും കൂടെ ഉൾപ്പെടുത്തണം എന്ന് കണ്ടിട്ട് അവർക്കും കൂടെ ഈ ലൈഫിന്റെ ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ സംവിധാനം വഴി ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതി വരെ അതിന്റെ ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവരെയും അതുകൊണ്ട് അപേക്ഷ ഞാൻ അവിടെ കൊടുപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇനി വെരിഫിക്കേഷനും കാര്യങ്ങളും കഴിഞ്ഞ് അവർക്ക് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടും എന്നുള്ള ഒരിതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ടിന്റെ പറഞ്ഞാൽ 449 ലക്ഷം രൂപ ചെലവഴിച്ച് 1-ാം ഘട്ടം എന്ന രീതിയിൽ അത്ര ഫണ്ടേ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളായിരുന്നു. അത് വളരെ തുച്ഛമായ ഫണ്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഫണ്ട് ഉപയോഗിച്ച് 449 ലക്ഷം കൊണ്ട് അവിടെ ഏകദേശം ഒരു ഗ്രൗണ്ടിന്റെ ഒരു ഫോം ചെയ്തിടാനേ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. അത് ബാക്കിയുള്ളത് വരും തലമുറയ്ക്ക് അവിടെ വരുന്ന കുട്ടികളാണ് നമ്മുടെ വരും തലമുറയുടെ വാഗ്ദാനങ്ങളാണ്. അവർക്ക് ആവശ്യപ്പെട്ടുള്ള ഒരു കാര്യം അവിടെ ഒരു നോഞ്ഞിക്കരയിലെ ഒരു ഗ്രൗണ്ടാണ്. എന്നെ ഈ ഒരു 5 വർഷത്തെയും കൂടെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടുത്തെ ചെറിയ മക്കൾക്കുള്ള അവരുടെ ആവശ്യങ്ങൾ അതെന്തായാലും നിറവേറ്റി കൊടുക്കാൻ ഞാൻ സന്നദ്ധയാണെന്ന് മാത്രമാണ് പറഞ്ഞെടുക്കുക. അവരുടെ ഇടയിൽ എല്ലാ കാര്യങ്ങൾക്കും അവിടെയുള്ള ഞാനും ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ പൊന്നമ്പള്ളി ചെറുവട്ടൂർ ചക്കുമ്പുള റോഡിന് ഏകദേശം ഒരു 15 ലക്ഷം 10 ലക്ഷം രൂപയുടെ ഏകദേശം ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കിടക്കുന്നതാണ്. ബാക്കി കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അതും കൂടെ തീർക്കാനുള്ള സാധ്യത ആകും. അതുപോലെ പൊന്നമ്പള്ളി ചക്കുമ്പുള റോഡില് പിന്നെ ഒരു ഏകദേശം 100-110 മീറ്റർ റോഡ് ഒഴിച്ച് ബാക്കി എല്ലാ റോഡും സഞ്ചാരയോഗ്യമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ പൊന്നമ്പള്ളി പാൽശ്ശേരി റോഡ് എന്ന് പറഞ്ഞാൽ അത് 16-ാം വാർഡാണ്, എൻ്റെ വാർഡല്ല. അതാണ് ആ വാർഡിന്റെ ബോർഡർ ശരിക്കും മനസ്സിലാക്കുന്നവരാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പാൽശ്ശേരി. എന്നാലും 16-ാം വാർഡിന്റെ അവരെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവരെ കൂടെ സമ്മർദ്ദം ചെലുത്തി എന്തായാലും ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ തീർക്കാനുള്ള അവരെ കൂടെ നിന്ന് ഞാനും ചെയ്യുന്നു മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ മെമ്പർ കൂടിയായിട്ടുള്ള മെമ്പർ ഇവിടെ അവരുടെ കാഴ്ചപ്പാടുകളും ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും മാറി പ്രവാസ ലോകത്ത് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രവാസി സുഹൃത്തുക്കളുടെ UAE കൂട്ടായ്മയാണ് വാപ്പ. സാമൂഹിക രംഗത്ത് അതേപോലെ തന്നെ നമുക്കറിയാം സോഷ്യൽ മീഡിയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വാഴക്കാട്.com സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ 2ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 2ാമത്തെ ചോദ്യം, ഇപ്പോൾ നമ്മുടെ പ്രചരണങ്ങൾ വീറും വാശിയോടും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശകരമായ 1-ാം ഘട്ടം ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രചാരണ രംഗത്ത് ഓരോരുത്തരും അവരുടേതായ മികവ് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം ഘട്ടം പൂർത്തിയായ സ്ഥിതിക്ക് ഈ വാർഡിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം 3 പേർക്കും ലഭിച്ചിട്ടുണ്ടാകും. അതിൽ ഏറ്റവും മുൻഗണന നൽകേണ്ട വിഷയം എന്താണ്? നമുക്കറിയാം, വിദ്യാഭ്യാസം, സംസ്കാരം, കല, കാർഷികം, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നാം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ മേഖലയിൽ കർഷകർ കൂടുതലായി ജീവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക്, കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളുള്ള ഒരു സ്ഥലം എന്നുള്ള നിലക്ക് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നൽകേണ്ട എന്തൊരു പ്രവർത്തനമാണ്, വികസന പ്രവർത്തനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? അത് നടപ്പിലാക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഭാവനയിൽ കാണുന്നത് എന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചർച്ചയിൽ ആദ്യമായി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ റഷീദ് ആണ്. അബ്ദുൾ റഷീദ്, UDF-ന്റെ സ്ഥാനാർത്ഥി. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുക. ഹലോ. നോഞ്ഞിക്കര പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും അവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഗതാഗത മാർഗം തന്നെയാണ്. നൂഞ്ഞിക്കരയിൽ നിന്ന് വാഴക്കാട്ടേക്കും എടവണ്ണപ്പാറയിലേക്കും എത്തിച്ചേർന്ന ചക്കമ്പൂളുക്കൽ, പിന്നെ പാലിശ്ശേരി തായം, പൊന്നമ്പള്ളി റോഡ് വളരെ ശോചനീയമായ രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം അത് 2 വാർഡുകളാണ് എന്നുള്ളതാണ്. 16-ാം വാർഡും 17-ാം വാർഡും എന്നുള്ളതാണ്. ആ വാർഡ് 2 മെമ്പർമാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 16-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് മുസ്ലിം ലീഗിൻ്റെ മെമ്പറും 17-ാം വാർഡിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ ബഹുമാനായ ചിത്ര മെമ്പറുമാണ് പ്രതിനിധീകരിച്ചത്. അവർ പരസ്പരം ഒരു ഏകോപനത്തിലൂടെ, ഒരു ഐക്യത്തിലൂടെ, പരസ്പരം ധാരണയോടുകൂടി ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമം നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു മെമ്പറായി വന്നാൽ നൂഞ്ഞിക്കരയിൽ നിന്നും എടവണ്ണപ്പാറയിലേക്കും വാഴക്കാട്ടേക്കും യാത്ര ചെയ്യുന്ന പൊന്നമ്പള്ളി ചക്കമ്പുള റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഞാൻ ഏത് നിലയ്ക്കുള്ള ശ്രമങ്ങളും നടത്തും. അതിന് MP ഫണ്ട് വേണമെങ്കിൽ MP ഫണ്ട് ഉപയോഗിച്ച്, MLA ഫണ്ട് ഉപയോഗിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ പരസ്പരം 2 ചേരിയായി നിന്ന് 2 ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ വികസനം മുരടിച്ചു പോയ റോഡാണ് പൊന്നമ്പള്ളി ചക്കമ്പുള റോഡ്. അത് 2 രാഷ്ട്രീയ പാർട്ടികളുടെ ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പൊന്നമ്പള്ളി ചക്കമ്പുള റോഡ് ഇന്ന് നിലനിൽക്കുന്നത്. അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി, അത് ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ലഭിക്കുമെങ്കിൽ അത് ഏത് രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നോ ആ രീതിയിൽ നേടിയെടുത്ത്, അതേമാതിരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടോ, MLAയുടെ ഫണ്ടാണെങ്കിൽ MLAയുടെ ഫണ്ട്, MP ഫണ്ടാണെങ്കിൽ MP ഫണ്ട്, ഇത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോയിട്ടും പൊന്നമ്പള്ളി ചക്കമ്പുള റോഡിൻ്റെ പുരോഗതിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി ഞാൻ പ്രവർത്തിക്കും എന്നാണ് പറയാനുള്ളത്. അതാണ് നൂഞ്ഞിക്കരയിലെ പ്രദേശവാസികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി എൻ്റെ ഒക്കെ ശ്രമഫലമായിട്ട് രോഹിൽനാഥ് ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ ബന്ധപ്പെടുത്തി കത്തിയോർത്ത് തായം മുതൽ മോട്ടമ്മൽ തായം വരെ സൈഡ് കെട്ടാൻ 10 ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കാൻ എൻ്റെയൊക്കെ ശ്രമഫലമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അതേമാതിരിയുള്ള ശ്രമങ്ങൾ ഇനിയും ഭാവിയിൽ നൂഞ്ഞിക്കരയിൽ നിന്നൊരു മെമ്പറായി ജയിച്ചു വന്നാൽ ഞാൻ ശ്രമിക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അതേപോലെ നൂഞ്ഞിക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗതാഗത പ്രശ്നമാണ്. അത് ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നടന്ന മെമ്പറുടെ പ്രവർത്തനത്തിൽ ഒരു ഫലവും കണ്ടില്ല എന്ന് പറയാൻ ഞാൻ ഈ വേളയിൽ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി UDFന്റെ സ്ഥാനാർത്ഥി കാണുന്നത് ഗതാഗത പ്രശ്നം തന്നെയാണ്. ഇതിന് മറിച്ച് ഒരു അഭിപ്രായം ചിത്ര ചേച്ചിക്ക് ഉണ്ടാകുമോ എന്നാണ് നാം ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മെമ്പർ എന്ന നിലക്ക് കുറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു മെമ്പർ എന്നുള്ള നിലക്ക് തന്നെ ഈ വിഷയത്തിലോ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട മറ്റെന്തെങ്കിലും വിഷയമാണോ താങ്കൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ഈ വോട്ടർമാരുമായി ഒന്ന് സംവദിച്ചാലും. 17-ാം വാർഡ് നൂഞ്ഞിക്കരയെ സംബന്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ കർഷകരാണുള്ളത്. അവരുടെ വിഷയങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് അവർക്ക് വേനൽക്കാലമാകുമ്പോൾ വെള്ളം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള കർഷകർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടും വരാറുണ്ട്. പ്രളയ സമയമാണെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം, അതുപോലെ വേനലും ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ നിന്ന് അവരോടൊപ്പം എന്ത് സഹായമാണ് അവർക്ക് വേണ്ടത് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ സന്നദ്ധയാണ്. പിന്നെ അതുപോലെ റോഡ് വല്ലാണ്ടൊന്നുമില്ല, കുറച്ച് ഏരിയകളിലെ പറ്റ യാത്രാ ദുരിതമായിട്ട് നിൽക്കുന്നുള്ളൂ. അടുവാട്ടുപുറായി ശ്മശാനം റോഡ് അത് കുറച്ചൊരു ഏകദേശം ഒരു 10-30 മീറ്ററും കൂടെ കഴിഞ്ഞാൽ, 30 ഒന്നുമില്ല, ഒരു 10-15 മീറ്ററിൻ്റെ ഏകദേശം ഉണ്ടാവുള്ളൂ. അവിടെ ഇപ്പോൾ ഒരു ഫണ്ട് പ്രവർത്തനം ഇലക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ നിർത്തിവെക്കപ്പെട്ടതാണ്. അതിപ്പോൾ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ആ പ്രവർത്തനം അവിടെ പൂർത്തീകരിക്കപ്പെടും. ബാക്കിയുള്ളത് ഒരു 10-20 മീറ്റർ ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ, അത് പൂർത്തീകരിക്കും. അതുപോലെ അവിടെ പൊതു പഞ്ചായത്തിൻ്റെ ശ്മശാനമുണ്ട്, അല്ലാതെ ജനറൽ ശ്മശാനങ്ങളും വേറെ 2 ഉണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ഒരു ഷെഡ്, അതിലേക്ക് വേണ്ട ആവശ്യങ്ങൾ എല്ലാം അവിടെ നിറവേറ്റി കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ കുട്ടികളെ ആവശ്യാർത്ഥമുള്ള ഗ്രൗണ്ട് വികസനം അതും എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ അഗ്രികൾച്ചർ ഫാമിൽ
നല്ല എന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭം, മുൻ മെമ്പറായിരുന്ന അബ്ദുള്ളാക്കേന്റെ കാലത്ത് അവിടെ ഒരു ഷെഡും കാര്യങ്ങളും മഴവെള്ള സംഭരണിയൊക്കെ ആയിട്ട് അത് അങ്ങനെ നശിച്ചു പോയി. ജനങ്ങളും അത് വേണ്ടത്ര കാര്യത്തിലെടുക്കാതെ അത് നാശനത്തിന്റെ വക്കിലേക്കാണ് പോയത്. അപ്പൊ കർഷകരെ സംബന്ധിച്ച് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു കാർഷിക മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു വികസനങ്ങൾ അവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു ചെറുകിട സംരംഭങ്ങളായിട്ട് അവിടെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ വന്ന് അവർ ഈ കോവിഡിന്റെ സമയമായിട്ട് വേറെ ഒരു യാത്ര ഇത് മാർഗങ്ങളൊന്നുമില്ലാതെ അങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവർക്കൊക്കെ ആവശ്യമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭം ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് തുടങ്ങി കൊടുക്കാൻ സാധ്യമായാൽ അതാണ് ഏറ്റവും വലിയ അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കടമ. അവരെ നമ്മൾ അവിടെയാണെങ്കിലും നമ്മോടൊപ്പം നമ്മളിൽ ഒരാളായിട്ട് അവർ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അപ്പം എന്തായാലും അവര് ഇവിടെ വന്നൊരു കഷ്ടപ്പാടിന്റെ ഒരു ഇതുണ്ടാവരുത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെറിയൊരു സംരംഭമായിട്ട് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കണം എന്നും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അതിന് ഒരു 5 വർഷക്കാലം കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോ 5 വർഷം കൂടി നിങ്ങൾ അവർക്ക് മെമ്പറാകാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാർഷിക രംഗത്തിനായിരിക്കും എന്നാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. റോഡിന്റെ പ്രവർത്തനത്തിനും 2ാം നമ്പറായിട്ടാണ് അവര് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതിനേക്കാളും പ്രധാനം കൊടുക്കേണ്ടത് അവിടെ കാർഷിക രംഗത്തുള്ള വികസനമാണ് എന്നാണ് അവരിവിടെ പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഈ വിഷയവുമായി നമ്മുടെ NDA സ്ഥാനാർത്ഥി സുരേഷ് കുമാറിന് എന്താണ് നമ്മളുമായി സംവദിക്കാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. പ്രധാനമായും നമുക്ക് ഗതാഗത സൗകര്യം തന്നെയാണ് വേണ്ടതെന്നാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്കും പറയാനുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി റഷീദ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി അത് ഗതാഗത യോഗ്യമാക്കി 2 കരയിലും റോഡാണ്. നമ്മുടെ 17ാം വാർഡിൽ പൊന്നപ്പള്ളി ചക്കമ്പുള റോഡായാലും ഉൽപ്പങ്കടവ് ചക്കമ്പുള റോഡായാലും പ്രധാന റോഡായിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഉൽപ്പങ്കടവ് ചക്കമ്പുള റോഡാണ്. അതിന് ഫണ്ട് വകയിരുത്തി എന്നൊക്കെ പറയുന്നുണ്ട്, ഇതുവരെ അത് പൂർത്തിയാക്കിയിട്ടില്ല. ഒരു കയറ്റമായ റോഡ് പ്രവൃത്തി ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഗതാഗത യോഗ്യമാക്കേണ്ടത് 2 റോഡുകളുമാണ്. ഇവിടെ നിന്നും വാഴക്കാട് പിന്നെ കോഴിക്കോടേക്കും എടവണ്ണപ്പാറയ്ക്കും അങ്ങോട്ടൊക്കെ പോകാനുള്ള പുളിക്കൽ പഞ്ചായത്ത് നിന്ന് വരുന്നവര് ബുദ്ധിമുട്ടായി ആയിട്ടും ഇവിടുന്ന് ബന്ധിപ്പിക്കാതെ കിടക്കുകയാണ് ഈ റോഡ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുമെന്നാണ് NDA എന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്നെ വിജയിപ്പിച്ചാൽ എനിക്ക് പറയാനുള്ളത്. ഉൽപ്പങ്കടവ് ചക്കമ്പുള റോഡ് 2.5 കിലോമീറ്റർ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.5 കിലോമീറ്റർ പൂർത്തീകരിച്ചതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പുളിക്കൽ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കാൻ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു. വാഴക്കാട്.com ബാപ്പയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജനപക്ഷം 2020 അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ജനങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് കാലം സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന 3 സ്ഥാനാർത്ഥികളാണ് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അവരോടുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ചോദ്യം ആദ്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം കഴിഞ്ഞ വർഷത്തെ മെമ്പറിൽ നിന്ന് തന്നെയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ ഭരണസമിതി നാടിനു വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? നിങ്ങളുടെ ആ വാർഡിനു വേണ്ടി എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണസമിതി നടത്തിയിട്ടുള്ളത്? അത് അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ പൂർണ്ണമായും ഈ ഉദ്ദേശത്തിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നീ കാര്യങ്ങളാണ് പറയേണ്ടത്. അതാദ്യമായി നിങ്ങളുമായി സംവദിക്കുന്നത് കഴിഞ്ഞ മെമ്പർ കൂടിയായിട്ടുള്ള ചിത്ര മണ്ണറോട്ടാണ്. അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിന്റെ മെമ്പറായി വരുന്ന സമയത്ത് അവിടെ ഒട്ടേറെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ റഷീദ് സുരേഷ് ഒക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലിന റോഡിനപ്പുറം അവിടെ
ശരിക്കും ഒരു ഗതാഗത യോഗ്യമായ റോഡുകളില്ലായിരുന്നു ശരിക്കും. ആ റോഡുകളൊക്കെ ഏകദേശം ഒരു 100-190 മീറ്റർ റോഡ് ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും പണി പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊരു 2 റോഡിന്റെ വർക്കുകൾ ഒരു ഇലക്ഷൻ പ്രമാണിച്ച് നമ്മൾ നിർത്തിവെച്ചത്, ഒരു തൊഴിലുറപ്പിന്റെ വർക്കും പിന്നെ ഒരു ശ്മശാൻ റോഡിന്റെ വർക്കും അല്ലാതെ ബാക്കിയെല്ലാം എനിക്ക് കിട്ടുന്ന പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് കിട്ടുന്ന എല്ലാ വർക്കുകളും അവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനങ്ങൾ എന്നെ അധികാരത്തിലേറ്റി വിടുമ്പോൾ അവർക്ക് ഞാൻ കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു, എത്രയോ വർഷക്കാലമായിട്ട് യാത്രാ ദുരിതത്തിലായി ഒരുപാട് വീടുകളുടെ പണം തിരിച്ചടച്ച ഒരു സാഹചര്യമുള്ള ഞാൻ കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് അവിടെ ഒരു റോഡ് സൗകര്യം ഏറ്റവും ജനങ്ങൾ ആഗ്രഹിച്ച ഒരു രീതിയിൽ ആ റോഡ് അവിടെ യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ സാധിച്ചു. അതിൽ ഞാൻ ഇന്ന് ഏറ്റവും വലിയ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം എനിക്ക് സേഫ് ആയിട്ടുള്ള വഴി ആയിട്ടില്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന, ഒരു രോഗിയെ പോലും പുറത്ത് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് അവിടെ ഒരു റോഡ് നിർമ്മിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഒഴുക്കി കൊടുക്കാൻ സാധിച്ചു. ഞാൻ അധികാരത്തിലേറുന്ന സമയത്ത് 9 വീടുകളുടെ പണം തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് 5 വീടുകൾ അവിടെ പുനർനിർമ്മിക്കാൻ എനിക്ക് ഈ ലൈഫ് പദ്ധതിയിലൂടെ അവിടെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. കാരണം അത്രയും പാവപ്പെട്ട ജനങ്ങളെ താമസിക്കുന്ന ഒരു ഏരിയയാണ്, അത് അവർക്ക് സാധിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അടുവാട്ടുപുറായി കുടിവെള്ള പദ്ധതി 10-40 കുടുംബങ്ങളുള്ള ഒരു പ്രദേശത്ത് വെയിലും വേനൽക്കാലവും വർഷക്കാലവും ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഒരുപാട് ഭരണസമിതികൾ മാറി മാറി വന്നിട്ടും ഒരു രീതിയിലും അവർക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടാതെ പോയ ഭാഗത്ത് അവിടെ അവരുടെ സ്വപ്നമായ, ഞാൻ അവിടെ വോട്ട് ചോദിച്ചു വന്നപ്പോൾ ആദ്യമായി എനിക്ക് ജനങ്ങൾ അവിടെ വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഒരു കുടിവെള്ള പദ്ധതി, ഞങ്ങൾക്ക് ഒരു ലേശം കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു തന്നാൽ മതി എന്ന് മാത്രമാണ് അവിടെയുള്ള ജനങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സംഗതി അവിടെ പൂർത്തീകരിച്ചു കൊടുക്കാൻ സാധിച്ച ഒരു ചാരിതാർത്ഥ്യപ്പുണ്ട്. അത് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ്. അതിന് ഒരുപാട് ആൾക്കാരോട് കടപ്പാടും നന്ദിയും ഉണ്ട് എങ്കിലും ആ പദ്ധതി അവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ ഈ ഗ്രൗണ്ടിന്റെ സാഹചര്യം മാത്രമാണ് കുറച്ചും കൂടി പ്രാവർത്തികമാക്കാനുള്ളത്. അത് ഒരു 5 വർഷക്കാലം കൂടെ എനിക്ക് എന്തായാലും കിട്ടുകയാണെങ്കിൽ അതിനു മുന്നേ തന്നെ ആ പദ്ധതി അവിടെ പൂർത്തീകരിക്കാൻ കഴിയും. ബാക്കിയുള്ളത് ഇനി അടുവാട്ടുപുറ ശ്മശാനത്തിലേക്കുള്ള ഷെഡാണ്. പിന്നെ അഗ്രികൾച്ചർ ഫാമില് കുറച്ച് എന്തെങ്കിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കണം എന്നുണ്ട്. അപ്പൊ ഏകദേശം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളിലൊക്കെ നല്ല രീതിയിൽ അവിടെ നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളമായാലും എല്ലാം. പിന്നെ 4 കോളനികളുടെ സ്ഥലത്ത് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ അവർക്ക് ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിന, അത് വീടായിട്ടും വീട് റിപ്പയർ ആയിട്ടും പിന്നെ പഠനമുറികളായിട്ട് ഒരു കാലത്തും ലഭിക്കാത്ത പഠനമുറികൾ വരെ ഈ പ്രാവശ്യം 4 പഠനമുറികൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. താഴെക്കടയിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് അവർക്കും അർഹതപ്പെട്ടവന് കിട്ടാതെ പോയ ഒരു സംഭവം എൻ്റെ മനസ്സിലില്ല. പിന്നെ അറിയാതെ എന്തെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ, എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷേ അർഹതപ്പെട്ടവന്റെ കൈകളിലാണ് എല്ലാ ആനുകൂല്യങ്ങളും എത്തിച്ചിട്ടുള്ളത് എന്ന ഒരു ചാരിതാർത്ഥ്യം എന്തായാലും എനിക്കുണ്ട്. താങ്ക് യു. തനിക്ക് കിട്ടിയ അവസരം പൂർണ്ണമായിട്ടും വിനിയോഗിച്ചിട്ടുണ്ട്, പൂർണ്ണമായും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ മെമ്പർ നമ്മളുമായി സംവദിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങളുമായി ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ NDA സ്ഥാനാർത്ഥി സുരേഷ് കുമാറിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പതിനേഴാം വാർഡിലെ പോരായ്മകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥ തന്നെയാണ്. സ്കൂൾ മുതൽ ചോലപ്പറമ്പത്ത് തായം വരെ, പൂവത്തോട്ടത്തിൽ തായം വരെ റോഡ് വളരെ മോശമാണ്. റോഡ് ഗതാഗത യോഗ്യമല്ല, സൈഡ് കെട്ട, വീതി കുറവായി നിൽക്കുന്നതാണ്. ഒരു വണ്ടി അതിലെ പാസ് ചെയ്ത് പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല. അത് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഈ മെയിനായിട്ടുള്ള ഈ റോഡിന് വേണ്ടിയിട്ട് ഫണ്ട് വകയിരുത്താതെ പോക്കറ്റ് റോഡിന് പല വഴിക്കും ഫണ്ട് വകയിരുത്തി അത് പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുപോന്നിട്ടുള്ളത്. അത് വേണ്ട പ്രകാരം ആക്കണം. അതുപോലെ തന്നെ മറ്റേ കരയിലുള്ള റോഡും
ഈ ഫണ്ട് ഒന്നും ചെലവാക്കാതെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് എന്താണെന്ന് അറിയില്ല. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കും. ഞാനെന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ അത് പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇനി ഈ വിഷയവുമായി നിങ്ങളോട് സംസാരിക്കുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് കോഴിശ്ശേരിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ വന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ അവിടെ നടന്നു എന്നുള്ളത് സത്യസന്ധമായി നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി അബ്ദുൾ റഷീദ് കോഴിശ്ശേരിയെ ക്ഷണിക്കുന്നു. ഹലോ. പിന്നെ നമ്മുടെ ബഹുമാന്യനായ മെമ്പർ ചിത്ര മണ്ണറോട്ട് ഈ വാർഡിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ MLA-യുടെയോ ഒന്നും ഫണ്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് ഇവിടെ മെമ്പർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു മെമ്പർ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ പരാജയം എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എനിക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടോ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു മെമ്പർ എന്ന നിലക്ക് പരാജയം എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും MP ഫണ്ടും MLA ഫണ്ടും ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഈ വാർഡിൻ്റെ പുരോഗതിക്കും വേണ്ടി ശ്രമിക്കാൻ ഒരു വാർഡ് മെമ്പർക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം കഴിഞ്ഞ മെമ്പർ ചിത്ര മണ്ണറോട്ട് വാർഡിലേക്ക് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴക്കാട് പഞ്ചായത്തിൽ കഴിഞ്ഞ 3.5 വർഷക്കാലം പ്രതിനിധാനം ചെയ്ത വികസന മുന്നണി എന്ന മുന്നണിയാണ് 3.5 വർഷക്കാലം പഞ്ചായത്ത് ഭരിച്ചത്. അന്ന് മരിച്ചുപോയ MP അബ്ദുള്ള സാഹിബിൻ്റെയൊക്കെ ശ്രമഫലമായിട്ട് അദ്ദേഹം നൂഞ്ഞിക്കരയുടെ കഴിഞ്ഞകാല മെമ്പറായിരുന്നു. അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നൂഞ്ഞിക്കര നടപ്പാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ശ്രമഫലമായിട്ട് ഒക്കെയാണ് നൂഞ്ഞിക്കരയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനങ്ങളും ഫണ്ടും വിനിയോഗിക്കപ്പെടുത്തത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് സാധിക്കും. MP അബ്ദുള്ള സാഹിബിൻ്റെ ശ്രമങ്ങളും മറ്റുമൊക്കെ അതിൻ്റെ പിന്നിൽ നല്ല ശക്തമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ഒക്കെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അടുവാട്ടുപ്രായ് കുടിവെള്ള പദ്ധതി. അടുവാട്ടുപ്രായ് കുടിവെള്ള പദ്ധതിക്ക് എൻ്റെ കുടുംബത്തിലുള്ള സ്ഥലത്തിൻ്റെ ഭാഗമായും മാൻറ്റികാക്കയുടെയും ഒക്കെ സ്ഥലം പരമായിട്ട് 10 ലക്ഷം രൂപ അതിന് വകയിരുത്തിയത് മരിച്ചുപോയ ബഹുമാനപ്പെട്ട MP അബ്ദുള്ള സാഹിബിൻ്റെ ഒക്കെ പ്രത്യേക താല്പര്യപ്രകാരമായിരുന്നു അത് നടപ്പാക്കിയതെന്ന് പറയാൻ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. അത് ഭാവിയിൽ ഇനി അതിൻ്റെ വീടുകളിലേക്കുള്ള കണക്ഷൻ ത്വരിതപ്പെടുത്തി അത് വികസിപ്പിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ചീക്കോട് കുടിവെള്ള പദ്ധതി വാർഡിൽ നടപ്പാക്കേണ്ടതുണ്ട്. പഞ്ചായത്തിൻ്റെ കുളത്തിന് സ്ഥലം നൂഞ്ഞിക്കരയിലുണ്ട്, അത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശൗചാലയം, കിണർ, ആരോഗ്യ കേന്ദ്രം, പെൻഷൻകാർക്കും പ്രായം ചെന്നവർക്കും വിശ്രമ കേന്ദ്രം, വിവിധ വാർദ്ധക്യ കർഷക വയോജന പെൻഷൻ പദ്ധതികൾ തുടങ്ങിയ പെൻഷൻ പദ്ധതികൾ ഈ വാർഡിൽ ഞാൻ മെമ്പറായി വന്നാൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. നമ്മുടെ 3 ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 4ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നേരത്തെ തന്നെ ഇവർ പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ആ ചോദ്യം ആവർത്തിക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി ആ ചോദ്യം വീണ്ടുമൊന്നും ആവർത്തിക്കുക മാത്രമാണ്. വാഴക്കാട് നൂഞ്ഞിക്കര റോഡ്, അതുപോലെ പാലിശ്ശേരി വരെയുള്ള ആ റോഡിന് കഴിഞ്ഞ 30 വർഷക്കാലമായി ടാറിംഗ് പൂർത്തിയാവാതെ നിൽക്കുകയാണ്. ഇത് പൂർത്തിയാക്കാനായി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ തന്നെ അവരവിടെ അവതരിപ്പിച്ചതുകൊണ്ട് ആ ചോദ്യം തൽക്കാലം വേണ്ടെന്ന് വെക്കുകയാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഒരുപാട് കാലം കഠിനാധ്വാനം ചെയ്യുന്ന, മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ ഗ്രാമത്തിനും നമ്മുടെ നാട്ടുകാർക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ആ വിദേശ രാജ്യത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ ക്ഷേമത്തിനായി നിങ്ങൾക്ക് ഈ അടുത്ത ഒരു
5 വർഷക്കാലം നിങ്ങൾ ഒരു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് മാത്രമല്ല ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ നിങ്ങളുടെ മനസ്സിലുണ്ട്? നിങ്ങളുടെ ഭാവന എന്തൊക്കെയാണ്? നമ്മുടെ നാടിലെ ഒരുപാട് ആതുര സേവന രംഗങ്ങളിലും കഷ്ടപ്പെടുന്നവന്റെ കണ്ണീരൊപ്പാനും പ്രവാസികൾ എന്നും നമ്മുടെ കൂടെയുണ്ട്. അത്തരമൊരു പ്രവാസി കൂട്ടായ്മയാണ് ഈ പരിപാടിയും സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. ഇതിന്റെ മറുപടിയിലേക്ക് ഞാൻ കടക്കുകയാണ്. മറുപടി ആദ്യമായി നൽകുന്നത് നമ്മുടെ സുരേഷ് കുമാറാണ്. BJPയുടെ NDA സ്ഥാനാർത്ഥിയാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായ ഞാൻ 17-ാം വാർഡിൽ നിന്നും മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവരുടെ കൂടെ നിന്ന് വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തു കൊടുക്കാൻ സന്മനസ്സുള്ള ഒരാളായി ഇരിക്കും ഞാൻ. പിന്നെ പറയുകയാണെങ്കിൽ വാഴക്കാട് പഞ്ചായത്തിലെ 17-ാം വാർഡ് നൂനിക്കര NDA സ്ഥാനാർത്ഥിയായ താമരയടയാളത്തിൽ മത്സരിക്കുന്ന എനിക്ക് എല്ലാ വോട്ടർമാരുടെയും സഹായ സഹകരണവും വോട്ടും നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നു നമ്മുടെ അബ്ദുൾ റഷീദ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ ആക്ഷേപങ്ങളും പരാതികളും മറ്റാവശ്യങ്ങളുമൊക്കെയായി വാഴക്കാട് പഞ്ചായത്തിലേക്ക് കടന്നു വരുന്ന പ്രവാസികൾക്ക് അവിടെ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക്, പ്രത്യേക കൗണ്ടർ സ്ഥാപിക്കാൻ ഞാൻ മെമ്പറായി വന്നാൽ ശ്രമിക്കും. അതിന് ഫസ്റ്റ് പരിഗണന നൽകി അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഈ വേളയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് പ്രവാസികളുടെ പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിൽ വരുന്ന പ്രവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി നൂനിക്കര പ്രദേശത്ത് 2.5 ഏക്കർ 32 സെന്റ് സ്ഥലം ഇന്ന് പഞ്ചായത്തിൻ്റെ അധീനതയിലുണ്ട്. ആ സ്ഥലത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ MP, MLA, അതേമാതിരി ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഇവരുടെയൊക്കെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനൊരു പൊതുപ്രവർത്തനം നടത്തുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. എൻ്റെ പെങ്ങളും കല്യാണം കഴിച്ചത് വാഴക്കാട് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ശക്തനായ ഒരു പൊതുപ്രവർത്തനുമായ KMA റഹ്മാനുമാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ സ്വാധീനം ഉപയോഗപ്പെടുത്തി MP, MLA സംസ്ഥാന തലത്തിൽ തന്നെ UDF-ന്റെ ഒരു ഭരണം വരികയാണെങ്കിൽ പ്രവാസികളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള 2.5 ഏക്കർ 32 സ്ഥലത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി MP, MLA-മാരുടെയൊക്കെ അടുത്ത് പോയി അതിന് സഹായങ്ങൾ ആവശ്യപ്പെട്ട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ വർഷങ്ങളോളമായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. എനിക്കൊരു അവസരം തന്നാൽ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ മുൻപന്തിയിലുണ്ടാകുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നൂനിക്കര വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നുണ്ട്. എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രാജ്യത്തിൻ്റെ മതേതരത്വവും സാഹോദര്യവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മളുമായി സംവദിക്കുന്നു ചിത്ര മണ്ണറോട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു അടിത്തറ തന്നെയാണ് നമ്മുടെ ഈ പ്രവാസി സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ. ഒരുപാട് നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ കാണുന്ന
സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ തന്നെയാണ്. ശരിക്കും നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് കൂടിയാണ് അവർ. അവർക്ക് ഈ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി. അവർക്കിപ്പോൾ ഒന്നും അങ്ങോട്ട് തിരിച്ചു പോകാനും പറ്റാത്ത ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്ക് ഇവിടെ സ്വയം തൊഴിലായിട്ടൊന്നും ചെയ്യാനുള്ള സാഹചര്യങ്ങളുമില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നാട്ടിലുള്ളവർക്ക് തന്നെ ശരിക്കും തൊഴിലില്ലാത്തൊരവസരമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശരിക്കും നമ്മുടെ പിന്നെ 17-ാം വാർഡിൻ്റെ ഒരു ഇതിൽ 2.5 ഏക്കർ സ്ഥലം അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പം അത് ഗ്രൗണ്ടും കാര്യങ്ങളും കഴിഞ്ഞാലും എന്നാലും ഒരുപാട് സ്ഥലം വെറുതെ ഒരു ഉപയോഗം ഇല്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ശരിക്കും എന്തെങ്കിലും ഒരു നല്ലൊരു സംരംഭം തുടങ്ങി അവിടുത്തെ ഒരുപാട് യുവജനങ്ങൾക്കും ഈ വരുന്ന പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് അവിടെ ഒരു തൊഴിൽ സംരംഭം തുടങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് എന്നെക്കൊണ്ട് പരമാവധി എല്ലാവരുടെ അടുത്തും നമ്മൾ സഹായം ചോദിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയുക, ഒരു രാഷ്ട്രീയമായി കണ്ട് അവരത് നമ്മളെ പരിഗണിക്കാറില്ല. അപ്പം റഷീദ് ക പറഞ്ഞതിനൊരു ഇത് പറയാമെന്ന് മാത്രം. നമ്മൾ MP യോ MLA യോ അങ്ങനെ ബ്ലോക്കോ ജില്ലയോ ഒന്നും ചോദിക്കാഞ്ഞിട്ടല്ല, നമ്മൾ അവർ തഴയേറാൻ. ഞാൻ വെച്ചാൽ CPM-ൻ്റെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാര്യങ്ങളിൽ മാത്രം ഒരു ഇതുള്ളൂ. നമ്മൾ ചോദിക്കാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കഴിഞ്ഞ് ഇപ്പം റഷീദ് ക പറഞ്ഞ മാതിരി 3 വർഷം അവർ കൂടെ ഉണ്ടായിട്ടാണ് ഞാൻ വികസനം നടത്തിയത്. പക്ഷേ ഈ 3 വർഷക്കാലം നമുക്ക് ഒരു ഫണ്ടും പുറത്തുനിന്നുള്ളത് അവിടെ എത്തിയിട്ടില്ല. അത് ഏറ്റവും വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ മെമ്പറാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമോ കാര്യങ്ങളോ അതിൽ നോക്കാൻ പാടില്ല എന്നാണ് ഞാൻ എൻ്റെ ഈ 5 വർഷക്കാലം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളിൽ ഒരാളായിട്ട് നമ്മൾ നിൽക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ചെയ്തിട്ടുള്ളതും അങ്ങനെയാണ്. എല്ലാവർക്കും രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ ഞാൻ ഇത്ര കാലം 5 വർഷക്കാലം ഞാൻ നിന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇനി വരുന്ന കാലങ്ങളിലും മെമ്പറായിട്ട് ജനങ്ങളുടെ ആവശ്യാർത്ഥമാണ് ഞാൻ വീണ്ടും മെമ്പറായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതും അവരെ ജനങ്ങളുടെ ആവശ്യാർത്ഥമാണ് എൻ്റെ പാർട്ടിയും എന്നെ നിർത്തിയിട്ടുള്ളത്. അപ്പം ഒരു തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നല്ല ഭരണം അവിടെ കാഴ്ചവെച്ചതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ വിശ്വാസം അർപ്പിച്ചിട്ട് തന്നെയാണ് ഈ വർഷക്കാലം ഇനിയുമുള്ള വർഷവും നിങ്ങൾ തന്നെ അവിടെ മെമ്പറായിട്ട് വരണം എന്നുള്ള ഒരു ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിട്ടുള്ളത്. ഞാൻ അവരിൽ ഒരാളായിട്ട് ഇനിയും 5 വർഷക്കാലം എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരോടൊപ്പം ഏത് പ്രതിസന്ധിയിലും അവരോടൊപ്പം ഞാനുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ 5 വർഷക്കാലം അവിടെ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ മുന്നണി ബന്ധത്തിലാണ് ഞാൻ വന്നതെങ്കിലും ഈ 5 വർഷക്കാലവും നല്ല രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ നാട്ടുകാരെല്ലാവരും എന്നോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ എൻ്റെ തുടർ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, വികസനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാട്ടുകാർ എന്നെ വീണ്ടും ഈ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടാണ് വീണ്ടും എന്നെ ഇവിടേക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ചിഹ്നം ഞാൻ ഇവിടെ തേടുന്ന ജനവിധിയിൽ എൻ്റെ ചിഹ്നം ടേബിൾ ഫാനാണ്. ആ അടയാളത്തിൽ എൻ്റെ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. അതിലൂടെ നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഏത് പ്രശ്നങ്ങളിലും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പരിപാടിയോട് അവസാനിക്കുകയാണ്. ജനങ്ങളോടൊപ്പം എന്നും കൂട്ടിനുണ്ടാകും എന്ന് ജനപ്രതിനിധികൾ നമ്മളോട് ഇവിടെ പറയുകയാണ്. ആര് ജയിച്ചാലും നിങ്ങൾ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഇല്ലാതെ ജനപക്ഷത്തായിരിക്കണം നിൽക്കേണ്ടത്. പാവപ്പെട്ട ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഭാവനയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങളുടെ നാടിനു വേണ്ടി നിങ്ങളുടെ ആയുസ് കാലത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പുണ്യകർമ്മങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി ഈ 3 സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ നല്ലവരായ നാട്ടുകാർ ശ്രമിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാവട്ടെ ഇത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ വീണ്ടും ഈ ജനപക്ഷത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏറെ പ്രശസ്തമായ ഒരു ചർച്ചയാണ് നാളെ നടക്കാൻ പോകുന്നത്. ഏറെ വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന 3-ാം വാർഡിലെ സ്ഥാനാർത്ഥികൾ നാളെ മുഖാമുഖം നിങ്ങളുമായി സംവദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പരിപാടി ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത 3 വിശിഷ്ട നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാപ്പ ആൻഡ് വാഴക്കാട്.com സംയുക്തമായി സംഘടിപ്പിച്ച ജനപക്ഷം 2020 ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.